പറഞ്ഞത് ഇവിടെ ജലാലാബാദ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. താലിബാൻ വന്നിട്ട് ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചിട്ടോ. We are in Europe now. That is Asia. Kanga. I'm so happy. Welcome to Turkey. This is Hala. Hello, nice to meet you. My name is Mehmet. Mehmet Kanga. Kanga. Hoş geldin. Hoş geldin. Oh, thank you. Welcome. Nice man. Are you good? I'm very tired. My back, see. Okay. One minute. ആക്ച്വലി കങ്ക എന്ന് പറഞ്ഞാൽ ബ്രോ എന്നാണ് ഇവരുടെ തുർക്കിഷ് ഭാഷയിലെ അർത്ഥം. പുള്ളിക്കാരൻ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. പുള്ളിക്കാരൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്മുടെ അന്നത്തെ ബന്ധമാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ്. പിന്നെ അതാണ്ട് ഇത് വേറൊരു ട്രാവൽ ചെയ്യുന്ന വ്യക്തി എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവൻ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ലോകം എത്ര ചെറുതാണല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ, രണ്ടുപേരെയും കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി. നമ്മുടെ ഇത് ഒരു പള്ളിയാണ്, ഇവിടെ ഉള്ള ഒരു മുസ്ലിം പള്ളിയാണ്. ഇവിടെ ടൂറിസ്റ്റിക് പള്ളി. ഹലോ, ടൂറിസ്റ്റിക് പള്ളി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ സുവനീസും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറേ പുസ്തകങ്ങൾ, കുദൂസ്. ദിസ് ഈസ് എ ടൂറിസ്റ്റിക് മോസ്ക്. Sorry? This is touristic mosque. It is so famous here. Here new one. Oh. Here named Taksim Square. Taksim Square. So famous in Turkey, so popular. All tourists coming first here like this. ആദ്യം ടൂറിസ്റ്റുകൾ വരുന്ന എല്ലാവരും ഇവിടെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ കുറേ സാധനങ്ങൾ, ഇവിടെ എല്ലാം പക്ഷേ എക്സ്പെൻസീവ് ആണ്. തുർക്കിയിൽ ധാരാളം യൂറോപ്യൻ അല്ലെങ്കിൽ ഏഷ്യൻ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അതുകൊണ്ട് പസിൽ ബുക്കുകൾ ഉള്ളല്ലോ. പിന്നെ അതാണ്ട് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയൊക്കെ എഴുതിയ നമ്മുടെ കുറേ ഗിഫ്റ്റ് സംഭവങ്ങളാണ്. ഇവിടെ ഒരു മക്കയുടെ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം. ഇവിടെ നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ പോകുന്നെങ്കിൽ ഇതുപോലുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് അതിട്ടിട്ട് പോകണം. ശരീരം ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ടാണ് കേട്ടോ നമസ്കരിക്കുന്ന ഏരിയ. ഇത് പുതിയ മോസ്കാണ് കേട്ടോ, പഴയതല്ല. ഹാഗിയ സോഫിയ പോലെ പഴയതല്ല, ഒരു പുതിയൊരു മോസ്കാണ്. കൊള്ളാം കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല രസമുണ്ട്. അടിപൊളി കേട്ടോ. അമിനാരൊക്കെ എൻ്റെ അമ്മോ വേറെ ലെവൽ. ഇതാണ്ട് അവിടെ കുറേ പേരൊക്കെ ഇരുന്ന് നമസ്കരിക്കുന്നുണ്ട്. തുർക്കിയുടെ ആദ്യത്തെ നമ്മുടെ പ്രസിഡന്റ് ആണ് ആ കാണുന്നത്. വാട്ട് ഈസ് ഹിസ് നെയിം? Mustafa Kemal Atatürk. Oh. Atatürk is mean big Turk. Big Turk. Yeah, big Turk. Yeah. Big Turk. So he's the father of Turkey. Yeah, big father. Oh, big father. Kemal Atatürk. Oh, father of Turkey ആണ് Atatürk. ഇവന്റെ ഇംഗ്ലീഷ് ഭയങ്കര മോശമാണ്. നമ്മൾ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇന്ത്യയിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇതാണ്. ബട്ട് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. എനിക്കും നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. ബട്ട് ഇവർ തുർക്കിഷുകാർ സംസാരിക്കുമല്ലോ. ബട്ട് യു ഇംപ്രൂവ്ഡ് എ ലോട്ട്, യു നോ. ഐ മിസ് ടോക്കിംഗ് വിത്ത് യു ഇൻ ഇംഗ്ലീഷ്, യു നോ. ഭയങ്കര കോമഡിയാണ് കേട്ടോ അവരോട് ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല രസമാണ് സംസാരിക്കുമ്പോൾ. I could speak Kerala language. അവൻ മലയാളത്തിനെ കളിയാക്കുവാണ് കേട്ടോ. നടന്ന് അതാണ് പറയുന്നത്. കാരണം മുമ്പ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അന്ന് അവൻ അതാണ് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. എന്ത് ടൂറിസ്റ്റുകളാ ഇവിടെ. ഷോപ്പിങ്ങിന് വേണ്ടിയും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയുള്ള കടകളും മറ്റൊക്കെയാണ്. സ്റ്റാർബോക്സ് കോഫി, പിന്നെ അല്ലാതെ ഇവരുടെ തുർക്കിഷ് ഷവർമകൾ ഒക്കെ വിൽക്കുന്ന കടകളും മറ്റൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത്. ഇത് ഇവരുടെ ഫുട്ബോൾ. വാട്ട് ഈസ് ദിസ് കങ്ക? Galatasaray. No, Kerala Blasters. You know Kerala Blasters? Sorry, I don't know. Yeah, you should know. I know. Kerala Blasters power is like, you know,
ഇത് ഇവരുടെ ഗലാത്ത സറായ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബിന്റെ ഇതാണ്. ഇന്ന് ആക്ച്വലി അവർക്ക് സോ ടുഡേ മാച്ച് ഈസ് ഗലാത്ത സറായ് ആൻഡ് Today match is Turkish and Australia. തുർക്കി ആൻഡ് ഓസ്ട്രിയ. Yeah, Australia nation. ഓസ്ട്രിയയുടെ ഒരു മാച്ച് ഉണ്ട് ഇവരുടെ യൂറോപ്പിൽ വെച്ച് നടക്കുന്നത്. ഇന്ന് കളിക്കാൻ ഇവർ പോകുന്നുണ്ട്. ഇവിടെ താണ്ടെ കുറെ ലൈറ്റുകളും സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. കുറെ ഐസ്ക്രീമിന്റെയും കോണിന്റെയും കടകളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ വാങ്ങുന്നതും. ഇറ്റ്സ് വെരി ടൂറിസ്റ്റിക് ബ്രോ. Here so famous. And here this street so many older, maybe more than 100 years. You can see apartment. Different style. ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാ. This building maybe more than near maybe 100 years. 100 വർഷങ്ങൾക്ക് പഴക്കമൊക്കെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ കുറെ ഫുഡുകളാണ് കേട്ടോ. ലുക്കന്ത എന്തൊക്കെ പലതരത്തിലുള്ള ഫുഡൊക്കെയാണ്. ഹിന്ദുസ്ഥാൻ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇന്ത്യ ആണോ? You see, we are having many food. Many we are having food. Yes. But now my mother making. We are eating tonight my home. ഇന്ന് രാത്രി അവന്റെ വീട്ടില് അവന്റെ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വരുന്നോണ്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാ പറഞ്ഞു. ചിക്കന് കുറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇവിടെയും കുറെ ഇതുണ്ട്. അതിന്റെ ഇൻസൈഡ് നമുക്ക് കഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റിക് ആയതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നത്. ഹലോ യു സേ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ തുർക്കി? My experience, I like it. I like the masajid, the mosques, you know. Okay. So that it is what I like much. What about Afghanistan? How was your experience in Afghanistan? Afghanistan, yeah, very good, very good. Okay. How can I say? People were good, nice, welcoming me, giving me food. Okay. And yeah, I can go back again. തുർക്കിയുടെ ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ ഒരു സംഭവമാണ്. It's so funny, Ganga. This is Panicula. This is in Istanbul, maybe first metro. First metro. More than 100 years. 100 വർഷങ്ങൾക്കുള്ള ഇസ്താംബൂളിലെ ആദ്യത്തെ മെട്രോയാണ്. അത് അവരിപ്പോഴും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പരിപാലിച്ചു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഹെലയുടെ അഫ്ഗാനിസ്ഥാൻ എക്സ്പീരിയൻസിന്റെ ബാക്കി പറയാം. Tell me about the Taliban. And you know Taliban, I took pictures with them. They were very nice. Even I was a woman alone. And yeah, they never do anything bad. I mean, for me, at least, it was good. Okay. Yes. And the beautiful the beautiful place was in Bamiyan. Bamiyan, my favorite place. Yes. Bamiyan is like one of the beautiful place. Yeah. Beautiful lake and the mountain. Everything. ബമിയാൻ നല്ല അടിപൊളി രസമാണ്. മാത്രമല്ല ഇവൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവള് ജലാലാബാദ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. താലിബാൻ വന്നിട്ട് ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചിട്ട് പറഞ്ഞു എന്താണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെ ഒരു 10-15 താലിബാന്മാർ 2 വണ്ടിയിലായിട്ട് ഇവരുടെ എൻക്വയറിയിൽ ഇവരുടെ ഓഫീസിൽ കൊണ്ടുപോയി. എന്നിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു താലിബാൻ സ്ത്രീ ഇവരുടെ ഫുള്ള് ചെക്ക് ചെയ്തു. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പുള്ളിക്കാരി ചോദിക്കുവാണ് ആർ യു മുസ്ലിം എന്ന്. അപ്പോൾ ഇവള് പറഞ്ഞു അതെ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞു. അപ്പം ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടി ആ താലിബാനിലെ ആ സ്ത്രീ ചോദിച്ചു ഷഹാദ പറയാൻ. ഷഹാദ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പലർക്കും അറിയായിരിക്കും. ഇസ്ലാമിലെ ഒരു ഇതാണ്, there is only one God. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് അള്ളാഹ് ആണെന്നും അനുയായിയായിട്ട് മുഹമ്മദ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ പ്രവാചകനാണ്, നമ്മുടെ പ്രവാചകനാണോ എന്നുള്ള ഒരു ഇത്. അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ വേറെ വലിയൊരു ചോദ്യം ചോദിക്കാമായിരുന്നു, ഇതൊക്കെ ചെറുതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ അഷ്ഹദു. അപ്പോൾ ഇവൾ ബാക്കി ഫുള്ളായിട്ട് ഇങ്ങനെ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ ഈ താലിബാനിലുള്ള ആൾക്കൊരു മാഷാ അല്ലാഹ്, ഹൗ വാസ് ദെയർ എക്സ്പീരിയൻസ്? Yeah,
they were very happy after that, and they told me, okay, you are free, you are our sister, everything. So. ഞാൻ ആക്ച്വലി ഇവളുടെ അഫ്ഗാനിസ്ഥാനിലെ എക്സ്പീരിയൻസ് ആയിട്ടപ്പോൾ എനിക്കും ഭയങ്കര മിസ്സായിരുന്നു ആ രാജ്യം. എനിക്ക് താലിബാൻ്റെ കുറേ ഇടിയൊക്കെ കിട്ടിയെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് കേട്ടോ. നല്ല മനുഷ്യന്മാരാണ്. അപ്പോൾ ഇത് നമ്മുടെ തുർക്കിഷ് കബാബും ഡോണറും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. സിറ്റി ഡോണർ. പിന്നെ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള കടകളൊക്കെയാണ്. ഞാൻ ഭയങ്കര ടയേർഡാണ് കേട്ടോ. നടന്ന് ഭയങ്കര ടയേർഡാണ്. എയർപോർട്ടിൽ 9 മണിക്കൂർ ജേണി അത് കഴിഞ്ഞ് ഭയങ്കര ടയേർഡാണ്. You ask me how much price like this? Okay. You think maybe expensive? Expensive. How to say discount? Expensive. İndirim abi. İndirim abi. İndirim abi. İndirim abi. Like this. İndirim abi. Indian style. İndirim abi. Discount is mean indirim. İndirim. Abi is mean kanka, best friends. Is mean I understand. ഓക്കെ. അതായത് നമ്മൾ ഏതെങ്കിലും കടയിലൊക്കെ പോയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ വേണമെങ്കിൽ നമ്മൾ പറയണം ഇന്ദ്രിമാബെ ഇന്ദ്രിമാബെ. അതാണ് കേട്ടോ പുള്ളിയാ. You learn, right? Yes. You can say tomorrow shopping ഇന്ദ്രിമാബെ. İndirim abi is good. ഇന്ദ്രിമാബെ. İndirim abi. Like this. İndirim abi. ഇന്ദ്രിമാബെ. അപ്പോൾ നമുക്ക് പൈസ കുറച്ച് തരുമെന്നാണ് അവൻ പറയുന്നത്. ഇത് നമ്മളിങ്ങനെ this going until ocean? Yes, see. Yes, Oh. River? Huh? Bosphorus? Bosphorus. The Bosphorus. It's river or ocean? River. Not River? river, not ocean. It's been different. We say Not ocean. It is river. You know, north part they are have Black Sea, Okay. and south part they are Akdeniz, Aksi. I don't know English name. Aksi. Okay. And they are together meeting. We say they are Halic. Halic. Yes. So it means anyway there is water, right? Hello. There is water. Yeah. Okay. നമ്മൾ ഏതൊരു വെള്ളത്തിന്റെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ റിവറോ എന്തോ ഒരു സംഭവങ്ങളുണ്ട്. നല്ല വൈബ്രന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈവനിങ് വരുവാണെങ്കിൽ നല്ല അടിപൊളി ഒരു രസമായിരിക്കും ഈ ഒരു ഭാഗത്ത്. ഐ തിങ്ക് ഈവനിങ് ഈസ് മോർ ബ്യൂട്ടിഫുൾ, റൈറ്റ് ഹിയർ ഇൻ ദ ഈവനിങ് ടൈം ആഫ്റ്റർ സൺസെറ്റ്. This shop place? Yeah. I think they close. They close it early? No, close time minimum 10. 10. Until 10. I think evening or daytime is best here. Some parts here 24 hour open. Oh, okay. Some part close 10 p.m. ചിലയിടങ്ങളിൽ ഇത് 10 മണിക്ക് അടയ്ക്കും, ചില സ്ഥലങ്ങളിൽ 24 മണിക്കൂർ. So many clubs. ഇവിടെയൊക്കെ ഇതുപോലെ ക്ലബ്ബുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. അവൻ തുർക്കിയിലെ ന്യൂസ് കാണിച്ചിട്ട് ഇന്ന് ഏതോ ഒരു ബിൽഡിങ്ങിലോ ഏതോ ഒരു സ്ഥലത്ത് 87 പേര് മരിച്ചു എന്ന്. ഇതൊക്കെ എന്ത് ന്യൂസാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. 87 പേര് തിരക്കിന്റെ ഇടയിൽപ്പെട്ട് മരിച്ചെന്ന്. വിച്ച് പ്ലേസ് ഇൻ ഇന്ത്യ? Uttar Pradesh. ഉത്തർപ്രദേശ്. Yeah. ഉത്തർപ്രദേശില് 87 people dead today Uttar Pradesh in India. 87. Uttar Pradesh, സിക്കന്ദരാബാദ്. Yeah. സിക്കന്ദരാബാദിൽ 87 പേര് മരിച്ചു. അങ്ങനത്തെ ന്യൂസൊക്കെയാണ് കേട്ടോ. Satsang, maybe Satsang. right time. Satsang. എനിക്കൊന്ന് ഏതെങ്കിലും ക്ഷേത്രത്തിലോ വല്ലോ അങ്ങനത്തെ ആ ഒരു തിരക്കിനിടയിൽ അതാണ് എനിക്കൊന്ന് ന്യൂസായിട്ട് വന്നത്. ശരി തന്നെയെന്നൊന്നും അറിഞ്ഞുകൂടാ. അടുത്ത നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. ട്രെയിൻ ഗോ എവേ. നമ്മളിനി നമ്മുടെ തുർക്കിയുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ ഭാഗത്തോട്ട് പോവാണ്. നമ്മുടെ പഴയ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ക്യാപിറ്റൽ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലോട്ടാണ് നടന്നു പോകുന്നത്. ഇവിടെ എല്ലായിടത്തും കുറേ ഫ്രൂട്ട്സും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ പലതരത്തിലുള്ള ആൻറ്റിക് ഷോപ്പുകൾ കൊള്ളാം. ഇവിടുത്തെ നടപ്പാതൊക്കെ നല്ല രസമുണ്ട്. What? You know, many Turkish people we like it like this cats. Yeah, I know. Everywhere. Yeah. Everywhere there have cats in my home here. Okay. Maybe in Turkey living 85 million. Yeah, it's city of cats. Maybe here living 85 million cats. ഇവിടെ പൂച്ചകളെ കുറിച്ചാണ് പറയുന്നത്. തുർക്കിയിൽ എല്ലായിടത്തും പൂച്ചയെ കാണാൻ കഴിയും.
തുർക്കിയിലെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഡൊമസ്റ്റിക് അനിമലാണ് പൂച്ച. എല്ലാവരുടെ വീടുകളിലും സ്ട്രീറ്റുകളിലായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ലൊരു വൈബ്രൻ്റ്, എല്ലായിടത്തും കുറേ ആൻറ്റിക്സ് ആയിട്ടുള്ള സംഭവങ്ങളും ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്ന നല്ലൊരു രസമുള്ള ഒരു വൈബ്രൻ്റ്. ഇത് കണ്ടിട്ട് എനിക്ക് അമ്മാനിലെ ഒരു ഓർമ്മയാണ് എനിക്ക് കിട്ടുന്നത്. നമ്മുടെ ജോർദാൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള അമ്മാനിലും ഇതുപോലുള്ള ടൂറിസ്റ്റിക് സ്ട്രീറ്റുകളുണ്ട്. ഇത് നമ്മുടെ തുർക്കിയുടെ ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ക്യാപ്പാണ് കേട്ടോ. അവനും ആക്ച്വലി ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. യുവർ ഫാൻ കങ്കയുടെ ഫാനാണ് കേട്ടോ. Bu arkadaşım Hindistan gezinde beni gezdirmiş, şimdi o buraya geldi, ben onu gezdirdim. Çok güzel. Çok güzel. Merhaba. ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. İyi misin diyorsun? Birazcık seçiyorum o kadar. Yeah, he's a YouTuber too. അവന് യൂട്യൂബറാണ് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഞാൻ ഇവൻ്റെയൊക്കെ ലിങ്ക് ഇവൻ്റെ ഇട്ടേക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ഫോളോ ചെയ്തോ. എന്നിട്ട് കേരള എന്നൊക്കെ ഒരു മെസ്സേജ് ഇട്ടോ കേട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ഫോളോവറാണ് വന്നിട്ടാക്കിയത്. ഇത് നമുക്ക് പയ്യെ നടന്നു പോകേണ്ടി വരും. എല്ലാവരും ഇവനെ കണ്ട് ഫോട്ടോ എടുക്കണോണ്ട് നമുക്ക് പയ്യെ എത്തോളൂ തോന്നുന്നു. What is that? This is originally I think from maybe Iran. First making this hand pen name. Making first Iran. It's an instrument. Instrument, yes. I have. Tonight we can try. ഇതെന്തോ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. എല്ലായിടത്തും ആ പൂച്ച കണ്ടില്ലേ, മിയാവ് ബീസ് 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 ബീസ്. There are so famous instrument like this. This is named near oud, but this saz maybe oud near like this, but this is saz. This is saz. Maybe Anatolia, you know Anatolia? Yeah, all Anatolia people, not all, some Anatolian people playing like this. ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൂടിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ we can find in Iran also this type. One string. Yeah, Iran and Turkish culture so near. I know. Persian and Turkish culture കുറേ സിമിലാരിറ്റീസ് ഉള്ള കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് സെയിം പോലെ അല്ലെങ്കിൽ സാമ്യമുള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗലാട്ട കാസ്റ്റിൽ എന്ന് പറയുന്ന ഒരു കാസ്റ്റിലിന് മുന്നിലാണ്. ഈ കാണുന്നത് പണ്ടത്തെ അവർ വാഷ് ടവറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരുന്നു. മാത്രമല്ല ഒരു പ്രിസണ് കൂടിയായിരുന്നു. അതാണ് നമ്മുടെ ഗലാട്ട ടവർ. നമ്മുടെ ഒട്ടോമൻ കാലത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു പ്രോബബ്ലി നമ്മുടെ റോമൻ ഭരിച്ചിരുന്ന സമയത്ത് വല്ലതും ആയിരിക്കണം ഇത് നിലവിൽ വന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ നമുക്ക് കാണുന്ന ഒരു ചെറിയൊരു തുർക്കിഷ് ക്യൂസീൻസ് ഒക്കെ വിൽക്കുന്ന ബാർ ആൻഡ് റെസ്റ്റോറൻറ്റാണ്. നമ്മൾ താഴോട്ട് എങ്ങോട്ടോ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല സ്ഥലങ്ങളും കുത്തനെ കയറ്റവും കുത്തനെ ഇറക്കമുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ ഒരു രാജ്യത്തുള്ളത്. എല്ലായിടത്തും നല്ല പടവുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പണ്ടത്തേതാണ്. ദീസ് ഓൾ ആർ ഓൾഡ് കൺസ്ട്രക്ഷൻ, റൈറ്റ്? These all are old, right? Older here. Yeah. Like this, but it is now not. They're renovated. അവരൊക്കെ റിനോവേറ്റ് ചെയ്തതാണ്. എല്ലായിടത്തും ഇതുപോലെ പൂച്ചകൾ കാണും. പൂച്ചകളെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും. പാവം എൻ്റെ കങ്ക എൻ്റെ ബാഗും തൂക്കി നടക്കുവാണ് കേട്ടോ. എന്താ വേറെ എന്തോ ഒരു സാധനമാണല്ലോ ഈ കാണുന്നത്. It's sweet? What is that? Sweet? Yes, sweet. എന്തോ മധുരം. Not good for the tooth. മധുരമുള്ള ഇങ്ങനെ പഞ്ചാര മുട്ടായി ഇല്ലേ, അതുപോലത്തെ എന്തോ ഒരു സംഭവങ്ങളാണ്. അങ്ങനെ നമ്മള് ഒട്ടോമൻ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. Orange and sugar making. And it is hard. ഇവിടെയും നമുക്ക് കുറെ ഡോണറുകളും കബാബൊക്കെ വിൽക്കുന്ന അതാണ്ട് ഷവർമയൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. അവിടെയാണ് നമ്മുടെ ഒരു ചെറിയ ഒരു കടലിടുക്ക് പോലത്തെ ഒരു സ്ഥലം വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വി ആർ നൗ ഇൻ യൂറോപ്പ്. നമ്മളിപ്പോ തുർക്കിയിൽ
there is Europe and Asia in Turkey. Yes, same, near, so near. 5 minutes later we are going to Asia part. തൊട്ടപ്പുറത്ത് നമ്മൾ പോയ അപ്പുറത്ത് ഏഷ്യൻ പാർട്ടാണ്. ആ ഒരു ഇത് കഴിഞ്ഞാൽ ഏഷ്യൻ പാർട്ടാണ്. ഈ കാണുന്നത് നമ്മുടെ യൂറോപ്പ് പാർട്ടാണ്, നമ്മുടെ തുർക്കിയുടെ യൂറോപ്പ് പാർട്ട്. നമ്മളിപ്പോൾ ഒരു അണ്ടർ പാസേജിലൂടെ നടക്കുന്നതാണ്. ഈവൻ അണ്ടർ പാസേജിൽ ഫുള്ള് കടകളൊക്കെയാണല്ലോ. ഇവർ ഇലക്ട്രോണിക് കടകൾ, സുവനീർ ഷോപ്പുകളൊക്കെയാണ് ഈവൻ നമ്മുടെ അണ്ടർ പാസേജിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റോഡിന്റെ അടിയിൽ കൂടെയുള്ള തുരങ്കത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നല്ല രസമുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓ, നമ്മൾ ഈ കാണുന്നതാണ് സുലൈമാൻ. നമ്മുടെ സുൽത്താൻ സുലൈമാന്റെ കാസ്റ്റിലാണ്. ഇവിടുത്തെ പഴയ വലിയൊരു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാസ്റ്റിലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഹാഗിയ സോഫിയ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അവിടെ വേറെ 2 പള്ളി. അപ്പുറത്തായിട്ട് നമുക്ക് വേറെ പള്ളി കാണാൻ സാധിക്കും. അവിടെ ആയിട്ട് നമുക്ക് പള്ളി. ഇവിടെ ഫുള്ള് പള്ളികളാണ്. എന്ത് രസമല്ലേ. Here, Ottoman Empire time, capital area. Oh. In this, Suleiman. Not Topkapı. 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 In this, Hagia Sophia. Hagia Sophia. Yeah, I know Hagia Sophia. ഹാഗിയ സോഫിയ പള്ളിയും പിന്നെ നമ്മുടെ തുക്കോപ്പർ ആ ഒരു കൊട്ടാരമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ഒട്ടോമൻ കാലത്തെ സമയത്തെ ക്യാപിറ്റൽ ആയിരുന്നു. എന്ത് വിശാലം അല്ലേ. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് മെഡിറ്ററേനിയൻ സീ ആണ്. ആ കാണുന്ന പാർട്ട് ഏഷ്യയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പാർട്ട് യൂറോപ്പ്. വി ആർ ഇൻ യൂറോപ്പ് നൗ. ദാറ്റ് ഈസ് ഏഷ്യ. ആൾക്കാർ മീൻ പിടിച്ചോണ്ടിരിക്കുവാണ് ലൈവായിട്ട് ഇവിടെ. മീൻ പിടിച്ച് പുള്ളിക്കാരന് ഓൾറെഡി കുപ്പിയിൽ കുറെ മീൻ കിട്ടിയിട്ടുണ്ട്. അയില, മത്തി, ചൂര, ചാള. അടിപൊളി കേട്ടോ. ഇവിടെ ലൈവായിട്ട് കുറെ പേര് ഇവിടെ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുക. യു ഫാൻ? You're fan. You have a girls fans also. Little not much. ഒരു 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് യൂട്യൂബില്. ഇവിടെ നമ്മുടെ മറ്റേ പള്ളിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഹാഗിയ സോഫിയ പോലെ വലിയ പ്രസിദ്ധമൊന്നുമല്ല, എന്നിരുന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ആളുകൾ വന്നിട്ട് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ബോട്ടിൽ കയറിയിട്ട് അവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെ കരയിലോട്ട് പോകും. നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്ത് ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണല്ലോ. ഇവിടെ നമ്മൾ ഒരു ഫിഷിന്റെ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒസ്മാലി ലൊക്മാസി ഉള്ളല്ലോ പേര്. ഒസ്മാൻലി ലക്മാൻസി. കൊള്ളാം. ഇവിടെ ഫുൾ ഇങ്ങനെ സ്ട്രീറ്റ് ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. എല്ലാ സ്ഥലത്തും നല്ല മീൻ നാറ്റം ഉണ്ട് കേട്ടോ. ഫിഷ് എല്ലായിടത്തും നല്ല ഫിഷ് സ്മെല്ല്. ഇതെന്താ? അകത്ത് കയറിയപ്പോ തന്നെ നല്ല മീനിന്റെ നാറ്റം. ഇവിടെ ഫുള്ള് മംഗോളിയ. Giderseniz babamın evine misafir olun. Ben Kırgızistan'ı çok seviyorum. Sağ olun. She's also your fan? Yes. ഇവരുടെ ഫാനാണ് കേട്ടോ. അവര് കിർഗിസ്ഥാനിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ആണ്. നമ്മുടെ സാധനം വന്നല്ലോ. വാട്ട് ഈസ് ദ നെയിം? Turkish balık ekmek. Balık ekmek. Balık is mean fish. Ekmek is mean bread. Balık ekmek. ഫിഷ് വെച്ചുള്ള ബ്രെഡ്. Fish bread. ഫിഷ് ബ്രെഡ്. ബലുക് എക്മെക്. ദാണ്ട് ഇതിൻ്റെ അകത്തൊരു മീനുണ്ട്. നമ്മൾ ഇതാണ് ഇനി കഴിക്കാൻ വേണ്ടി പോകുന്നത്. കുറേ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ലെമണൊക്കെ ഇടാം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടാം. ഇത് ലെമണിൻ്റെ ഇതാണ് ചാറ. നമ്മളിതാ ഇത് കഴിക്കുവാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി കേട്ടോ. ബ്രെഡ് വന്നിട്ട് ഭയങ്കര കട്ടി. അതാണ് വേറൊരു സംഭവം. ബ്രെഡ് ഭയങ്കര കട്ടി. നമ്മൾ ഭക്ഷണം കഴിച്ചു. നമ്മൾ പുറത്തോട്ട് നടക്കുവാണ്. കളിപ്പാട്ടങ്ങളും സുവനീഴ്സൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു തെരുവ് എന്ന് തന്നെ നമുക്ക് പറയണം.
ഞാൻ സത്യത്തില് തിരക്ക് കണ്ട് എൻ്റെ തന്നെ അന്തം വിട്ട് പോവുകയാണ് കേട്ടോ. അത്രയ്ക്ക് തിരക്ക്, ആളുകള്, ടൂറിസ്റ്റുകള്. Turkish car. Turkish car. This first Turkish company car. Oh. What's the company name? Tog. ഇത് തുർക്കിഷ് കമ്പനിയാണ്. തോഗ് എന്ന് പറയുന്ന പോലീസിന്റെ കാറാണ്. ടൂറിസം പോലീസി കണ്ടോ? This first Turkish car like this. ആദ്യത്തെ ഇവരുടെ തുർക്കിഷ് കാറിന്റെ ഒരു കമ്പനിയാണ്. കൊള്ളാം കേട്ടോ. ഇലക്ട്രിക്. ഇത് ഇലക്ട്രിക് കാറാണ് കേട്ടോ. ഇവർക്ക് ഓയിൽ കാറോ മറ്റേ പെട്രോളിയത്തിന്റെ കാറൊന്നും ഇല്ല, ഡീസൽ കാറൊന്നും ഇല്ല. നമ്മളിപ്പോ വന്നിട്ടുള്ള മിസ്റ്റർ കർസീസി 1664. Mr. Çarşı İzmir, Mısır İzmir corn. And Çarşı and Bazar. 1664 ഒരു ബസാറിലോട്ടാണ്. ഈജിപ്ഷ്യൻ ബസാർ, ബിസർ. Egyptian Bazar, yeah. ഈജിപ്ഷ്യൻ. മിസർ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻസ് ആണല്ലോ. അടിപൊളി. എന്റെ മോനെ, വേറെ ലെവല്. 400 വർഷങ്ങളുള്ള ഒരു വാതിൽ നോക്കിക്കേ. It's so nice, bro. You been to Iran? Yeah, I saw Grand Bazaar. There is Grand Bazaar. Same. ഇറാനിൽ സെയിം ഇതുപോലുള്ള ഗ്രാൻഡ് ബസാർ നമുക്ക് കാണാൻ പറ്റും. തബരീസിൽ നമുക്ക് ഇതുപോലത്തെ സെയിം ഒരു ഗ്രാൻഡ് ബസാർ ഇറാനിലും ഉണ്ട്. നല്ല രസമുണ്ട്. ഫുള്ള് സ്പൈസസും സ്പൈസ് ബസാറാണ് ഏറ്റവും. പിന്നെ അവർ ഈ സുവനീസ്, ജുവലറീസ് ഒക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണ് വിടാതിരിക്കാനുള്ള സംഭവം. ഇത് ഇവർ ടൂറിസ്റ്റ് ആണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരുടെ ഡ്രസ്സ് കണ്ടില്ലേ? ഐ തിങ്ക് ദേ ആർ ടൂറിസ്റ്റ്. ഹലോ, ഞാൻ ആക്ച്വലി ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കുന്നതിൽ ഭയങ്കര അധികം റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇവിടെ അത്രയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. ബട്ട് ഞാനെന്തോ എനിക്ക് മൂഡില്ലാത്തതുകൊണ്ട് ഭയങ്കര ടയർഡായിട്ട് ഞാൻ പലതും എടുക്കുന്നില്ല. എനിക്കൊന്നും അടുത്ത അവൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. ഞാനിവിടുന്ന് 2 തുർക്കിഷ് ഒരു മോഡൽ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തുർക്കിഷ് ബാഗാണ്. ഇവരുടെ തുർക്കി ഇത് പണ്ട് ഇവർ കാർപ്പറ്റ് വിൽക്കുന്ന ഒരു ഇതാണ് ഇവിടെ അവർ പറയുന്നത്. കാർപ്പറ്റ് വിൽക്കുന്ന ഒരു സംഭവം അത് കാണിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് ബ്രോ? Turtle trays. This is carpet seller. Okay. The name of the picture. Okay. This one turtle trays. Who is he? This man is teach turtle something. Yani teach to be calm, teach to be different types. Yeah. അങ്ങനത്തെ ഒരു ടർട്ടിൽ. Osman Hamdi Bey is paint this. Osman Hamdi Bey. He making. Osman Hamdi Bey. Famous in Turkey. പുള്ളിയാണ് ഇത് ഉണ്ടാക്കിയത്. നൈസ് കേട്ടോ. പിന്നെ ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ ഇത് വേണമെന്നുള്ള ഒരു കമന്റ് ചെയ്യും. ഇതുപോലത്തെ സാധനങ്ങൾ ഞാൻ ആക്ച്വലി കുറച്ച് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഇത് ഞാൻ എൻ്റെ വാട്സപ്പ് കാറ്റലോഗിലൊക്കെ ഞാൻ ഇടാം. ഹലോ, അസ്സലാമു അലൈക്കും. ഡു യു നോ ഹെല? Yes. തശക്കുർ ആവേ. ഇതെന്തോ പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം? വാട്ട് ഈസ് ദിസ്? പിസ്താഷ്യോ ഒക്കെ വെച്ചുള്ള എന്തോ ഒരു സംഭവമാണ്. Buna bir şey diyor musunuz İngilizce? അറിയില്ല കേട്ടോ. İngilizce bir şey diyor musunuz? കുറെ മധുരമുള്ള സംഭവങ്ങളൊക്കെയാ, തുർക്കിഷ് സംഭവങ്ങള്. You know Shahrukh Khan? I have Shahrukh Khan tea. Shahrukh Khan tea? Original. You don't have Mammootty tea? No, Hamid Abacha tea I have. Salman Khan? All times. All time Salman Khan, all time Shahrukh Khan. Okay. All time my boss Hamid Abacha. Amitabh Bachchan. ഇവരെല്ലാം നമ്മുടെ മുഹമ്മദിന്റെ ഫാൻസ് ആണ് കേട്ടോ. شكرا अच्छा दुकान है बहुत अच्छे कल कर इधरो आओ. Okay, chalo. Okay, bye. It was rough. I don't know. You were singing. പുള്ളിക്കാരൻ അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമുക്കറിയില്ലല്ലോ അതാരാണെന്ന്. നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. Welcome. This also injir, that thing, you know, something like that. If we come in the morning, walk 10 minutes, take one, our breakfast finish. Lunch time also come, finish. That's the fan. Another? Fan? No. ഈ ഒരു മാർക്കറ്റ്, ഈ ഒരു എൻട്രൻസ്, അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു എൻട്രൻസ്,
അതുപോലെ തന്നെ ഇവിടെ വേറൊരു എൻട്രൻസ് ഉണ്ട്. നമ്മളിനി വേറൊരു ഭാഗത്തോട്ട് പോവാണ്. ഇവിടെ ധാരാളം സ്പൈസസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ടയേർഡ് ആയതുകൊണ്ട് കുറേ ഒന്നും വീഡിയോ എടുത്തില്ല. കാണാനാണെങ്കിൽ നമുക്കിവിടെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തുർക്കിഷ് കോഫിയുടെ ഒരു കടയാണ്, അവിടുത്തെ ഒരു ഇതാണ്. ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് തുർക്കിഷ് കോഫിയുടെ ഒരു സംഭവങ്ങളും തുർക്കിഷ് കോഫിയൊക്കെ വിൽക്കുന്ന കടകളും അതിന്റെ പൊടി വിൽക്കുന്ന സ്ഥലമൊക്കെയാണ്. യു ഗോട്ട് ഇറ്റ് ഫ്രം യുവർ ഫാൻ? പുള്ളിക്കാരന്റെ ഫാനാണ് കേട്ടോ. പുള്ളിക്കാരൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്, കണ്ടില്ലേ? ഈ കാണുന്നത് നമ്മുടെ ഹാനാണ്. ഹാനാണെന്ന് പറയുമ്പോൾ നമ്മുടെ കാരവാൻ സറായി ഇല്ലേ, കാരവാൻ സറായി എന്ന് പറയുമ്പോൾ പണ്ട് ആളുകൾ ഈ ട്രേഡിനൊക്കെ പണ്ട് ഈ അറേബ്യയിൽ നിന്നും പല ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ അവരുടെ ആട്ടിനെയും അവരുടെ കച്ചവട സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് അവരിവിടെ ഇട്ട് വിശ്രമിക്കും. എന്നിട്ട് ഓരോ റൂമുകളുണ്ട്, ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോസ്പിറ്റാലിറ്റി ഒരു സംഭവമാണ്. ഓരോ റൂമുകളിൽ അവർ സ്റ്റേ ചെയ്യും. അവരുടെ കുതിരകളും അവരുടെ ഒട്ടകങ്ങളൊക്കെ ഇവിടെ കിടക്കും. അങ്ങനത്തെ ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്. അതിപ്പോൾ എന്താ പറയുക, ഒരു ടൂറിസ്റ്റിക് പ്രദേശം കഫ്റ്റേരിയൊക്കെ ആയിട്ട് അവർ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ബാക്കി നമ്മുടെ ഇങ്ങോട്ട് ഇവിടെ ഉള്ള സാധാരണക്കാരുടെ മാർക്കറ്റാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അവർക്ക് വേണ്ടിയുള്ള ഷൂസ്, ചപ്പല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളും തെരുവുകളൊക്കെയാണ്. കണ്ടോ, നല്ല രസമുണ്ട്. ഒരു പഴയ നമുക്ക് ഒരു അനുഭൂതിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റ് ഒരു ഈജിപ്തിലെ വൈബ്, ഒരു അങ്ങനത്തേക്ക് ഒരു വൈബാണ്. എൻ്റെ കങ്ക എനിക്ക് വേണ്ടി എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് സാധനമാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ഇല്ല, ഇത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഓരോ കടയിൽ പോയിട്ട് വന്ന് വാങ്ങുവാണ് കേട്ടോ സാധനങ്ങൾ. ഞാൻ 100 ലിറ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു $3, $8, 16, 24, 250 രൂപയ്ക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചു. ഇത് ഞാൻ അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചത് തന്നെയാണ്. പലസ്തീൻ കണ്ടില്ലേ, പലസ്തീൻ ഒരു അനുകൂലിക്കുന്ന ഒരു ഇത്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഭയങ്കര ഒരു പ്രൗഡ് കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ ഭയങ്കര ഒരു പ്രൗഡാണ്. എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം, ഞാൻ ആക്ച്വലി പലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലർക്കും അറിയാൻ കഴിയും. അതിനർത്ഥം ഞാൻ ഇസ്രായേൽ ആളുകളെ വെറുക്കുന്നു എന്നല്ല. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ലാൻഡ് വേണം. ബട്ട് പലസ്തീനെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട കാരണം അവരാണ് കൂടുതൽ ക്രൂരത അനുഭവിക്കുന്നത്. അപ്പോൾ ഫ്രീ പലസ്തീൻ. You eating everything from every shop. Yes. That's why you became chubby. എല്ലാ കടയിൽ നിന്നും ഓരോന്ന് തിന്നുകൊണ്ട് വരാം. ഞാൻ പുറകിൽ നോക്കുമ്പോൾ ആളെ കാണാനില്ല, ആളപ്പുറത്തുനിന്ന് കഴിച്ചോണ്ടിരിക്കും കേട്ടോ. You can carry on, you can go. Yeah. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സസ്യങ്ങളും ചെടികളും നമ്മുടെ മൃഗങ്ങൾക്ക് വേണ്ടി ഡൊമസ്റ്റിക് ചില്ലി മുളക്, നമ്മുടെ മുളകൊക്കെ ഇവിടെ ഇട്ട് വിൽക്കുവാണ്. ചെറിയ മുളക് ആഹാ, മുളകൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. പിന്നെ ചെറിയ പൂച്ചയ്ക്ക് വേണ്ടിയുള്ള സംഭവങ്ങള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമ്മുടെ നാട്ടില് മനുഷ്യന്മാരുടെ അരിയും പച്ചക്കറിയൊക്കെ വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ പൂച്ചയുടെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങള്. പൂച്ചയ്ക്കുള്ളതാണ് കേട്ടോ ഇതെല്ലാം, പൂച്ചയ്ക്കും കിളികൾക്കൊക്കെ ഉള്ളത്. സോ ഇൻട്രസ്റ്റിംഗ്. ഇത് പൂച്ചയ്ക്കുള്ള ക്രഞ്ചി ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ഇവിടെ നമ്മുടെ കിളികളും തത്തമ്മയും ഇതൊക്കെ വിൽക്കുന്ന ഇതാണ്. പുള്ളിക്കാരെന്താ അടിപൊളി. നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മുടെ രക്തം കടിച്ചിറക്കുന്ന നമ്മളെ കാട്ടിലൊക്കെ പോകുമ്പോഴുള്ള ഇതുണ്ടല്ലോ, ആ സാധനമാണ് ഇത്. ഇവര് മെഡിസിൻ ആയിട്ട് വിൽക്കുന്നതാണ്. കയ്യിൽ വെച്ചിട്ട് ബ്ലഡ് വലിച്ചെടുക്കാൻ വേണ്ടി ഇവര് ആക്കുന്നതാണ് നമ്മുടെ ലീച്ചസ്. അസ്സലാമു അലൈക്കും. ഇവിടെ എല്ലാം അവര് ലീച്ചസിനെ വിൽക്കുന്ന കടയാണിത്. കണ്ടിട്ട് തന്നെ എന്താ പോകുന്നത്. ഇത് ഇവര് മെഡിസിൻ പർപ്പസിന് ബ്ലഡ് സക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെന്ന് എന്തിനാണെന്നോ അറിയില്ല കേട്ടോ. അഴുക്ക ബ്ലഡൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി. നമ്മള് മെട്രോ സ്റ്റേഷനിലോട്ട് വന്നപ്പം ഈ കാണുന്നത് അറബിക് അല്ല, ഇത് നമ്മുടെ ഒട്ടോമൻ. ഇതാണ് അറബിക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആൽഫബറ്റ്സ് ആണ് നമ്മുടെ ഒട്ടോമനുള്ളത്. ഇത് അസ്രാമ, നഫ്, അങ്ങനെ എന്തൊക്കെയാണ്. ബട്ട് ഇത് കുറച്ച് അറബിയിൽ നിന്ന് വ്യത്യാസമാണ്. അപ്പോൾ നമ്മളിവിടെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന മെട്രോയിൽ പോകാൻ വേണ്ടി വന്നതാണ്. അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഇത് പഴയകാല ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മസ്സലാമ, ബൈ ബൈ, സീ യു ടുമോറോ. Yes, of course. Okay. What time? Okay, we send message. Okay. Nice to meet you. Bye bye. Dada. Selam.
ആ കേട്ടോ, എനിക്ക് വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി എന്നെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് പുള്ളിക്കാരിക്ക് ആക്ച്വലി ഒരു സ്ഥലമുണ്ട് സ്റ്റേ ചെയ്യുന്ന. ഈവൻ എന്നെ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി സ്റ്റേ ചെയ്യാൻ. അവർക്കൊരു വലിയൊരു ഫ്ലാറ്റ്, 2 റൂമുകൾ, നല്ലൊരു അത്യാവശ്യം ആഡംബരമായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു അവൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്ന്. അപ്പോൾ എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ. അവൻ തുർക്കിയിൽ എന്തൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തോണ്ട് പോവാണ്. കങ്ക, വി ആർ ഗോയിങ് അണ്ടർ വാട്ടർ. Underwater, yeah. 50 meters. Huh? We are going to now metro. This is metro underwater, on the sea. Maybe 59 meters we are going to underwater. 59 മീറ്റർ നമ്മൾ വെള്ളത്തിന്റെ അടിയിലോട്ടാണ് പോകുന്നത്. നോ ഷാർക്ക് വിൽ കം. നോ ഷാർക്ക്. നോ ഷാർക്ക്. We didn't see water. ഓ, മെട്രോയിലുള്ള തിരക്ക് കണ്ടോ? മെട്രോയിലും ഫുൾ ആളുകളാണ്. നമ്മളിപ്പോൾ മെട്രോ ഇന്ന് തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ മെട്രോയിൽ കയറുമ്പോഴാണ് നമ്മളതിൽ നിന്ന് പൈസ എടുക്കുന്നത്. ചിലപ്പം ഇവരിപ്പം ഒരു നിശ്ചിത പൈസ എടുക്കും. ഇപ്പം നമ്മൾ ആക്ച്വലി ഒറ്റ സ്റ്റേഷൻ മാത്രമേ പോയുള്ളൂ. ഒറ്റ സ്റ്റേഷൻ മാത്രം പോയോണ്ട് നമ്മളിവിടെ റീഫണ്ട് മെഷീനിൽ വന്നിട്ട് നമ്മൾ തിരിച്ച് കാർഡ് വയ്ക്കും. അയ്യോ, ഇവിടെ നോക്കട്ടെ. Okay. പോയേ. Welcome to Asia Park. We come now Asia. നമ്മളിപ്പോഴാണ് ഏഷ്യ പാർട്ടിലോട്ട് വന്നത്. ഇത്രയും നേരം നമ്മൾ യൂറോപ്പിലായിരുന്നു. അങ്ങനെ ഒരു മെട്രോ പിടിച്ച് നമ്മൾ ഓപ്പോസിറ്റ് വന്നപ്പോൾ നമ്മൾ ഏഷ്യയിലായി. ഞാൻ തിരിച്ച് എൻ്റെ ഭൂഖണ്ഡത്തിലോട്ട് എത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും നേരം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലായിരുന്നു. ഓ, ആ കാണുന്നതാണ് നമ്മുടെ യൂറോപ്പ്. ഈ യൂറോപ്പിനെയും ഇതിനെയും വേർതിരിച്ചിരിക്കുന്ന ഒറ്റ പാലമുണ്ട്. വേർ ഈസ് ദ ബ്രിഡ്ജ് ബ്രോ? We are here through bridge. First bridge there. അതാ ബ്രിഡ്ജ്. അവിടെയാണ് നമ്മുടെ പാലം. ആ പാലമാണ് നമ്മുടെ യൂറോപ്പിനെയും ഏഷ്യയും വിഭജിച്ചിരിക്കുന്നത്. ആ സാധനം തന്നെ വിഭജിച്ചിരിക്കുന്നത് 2 കിലോമീറ്റർ അപ്പുറത്ത്. 2 കിലോമീറ്റർ ഈ വെള്ളമാണ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. ഇസ്താംബൂളിലെ കണ്ടോ, ഫുൾ എല്ലായിടത്തും നമുക്ക് പൂച്ചയെ കാണാൻ കഴിയും. ഇത് വന്നിട്ട് പൂച്ചയുടെ ആഹാരം ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഒരു ബസ്സിൽ കയറി 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ അവൻ്റെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. അത് സിറ്റിയിൽ നിന്ന് കുറച്ച് പുറത്തായിട്ടാണ് കേട്ടോ. എൻ്റെ ഉമ്മായും വാപ്പായും ഒക്കെ എന്തൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നെ അറിയാമെന്ന് അവർക്ക് മുമ്പ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുള്ള ഏരിയ. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ കുട്ടികളുടെ പാർക്കാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് യുവർ ഹൗസ് ഹിയർ? ഓക്കെ, 1 minute. Okay. Mulberry. But not really now. Mulberry. Wow. നമ്മളങ്ങനെ വീട്ടിൽ വന്നപ്പം തന്നെ അവൻ്റെ വീട്ടുകാർ നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി. അയ്യോ, കുറേ ഉണ്ടല്ലോ ഇവിടെ. This is, you know what is it? What is that? Lentil soup. Lentil soup. Yeah. പിന്നെ it is cucumber. Yes. This one? We say dolma. Dolma. Yeah, I think I know. I have tasted. You know, like this. Beans. Turkish style beans. നമ്മുടെ kidney bean. Yes. And rice. What is that? And it is rice, but not Indian style. What is it? It is Turkish style rice. Turkish style ഉള്ള റൈസ് ആണ്. അതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. And this is and പിന്നെ ഇവിടെ ബ്രെഡ് ഇതൊക്കെയാണ് കേട്ടോ. So nice. Yes. Thanks a lot, man. Thanks a lot. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് കേട്ടാല് ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഷൂ എന്നും പറഞ്ഞു, ഷൂ ഷൂ ഷൂ. അത് സംഭവം ഇതിലേക്കൂടെ രാത്രിയാകുമ്പോ ഇവരിങ്ങനെ നടക്കും. This is vehicle. They come as vehicle. They come with the vehicle. Yeah. Now you know we have forest, but don't have mosquito. Because every day, every time, and every street coming this car. This we said maybe mosquito medicine car. മൊസ്കിറ്റോ മെഡിസിൻ കാർ. രാത്രി ഇതുപോലെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് അവര് കൊതുവിനെ കൊല്ലാനുള്ള ഒരു മരുന്ന് ഇങ്ങനെ അടിച്ച് പോകും. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു സ്ഥലത്തും കൊതു കാണില്ല. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. നമ്മളപ്പോൾ താണ്ട ഈ കാണുന്ന വീട് അവര് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താണ്ട ഇവിടെ പൂച്ച ഉണ്ട്, കിളിയുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ.
നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, ഈ കാണുന്നതാണ് സംഭവം. ഇതുപോലെ അവർ പിക്കപ്പ് വണ്ടിയിൽ പോയിട്ട് ഇതുപോലെ പുക അടിച്ചു പോകുന്നതാണ് സംഭവം. ഇതാണ് ഇവിടെ നമ്മൾ റൈസും ബീൻസും കഴിച്ചു തുടങ്ങി. തുർക്കിഷ് റൈസ്, ബീൻസ്, അവര് സ്പൂണ്, ഞാനിതാണ്ടേ കൈ വെച്ച് കഴിക്കുകയാണ്. ആൻഡ് പാസ്ട്രി, ദിസ് ഈസ് പാസ്ട്രി റൈറ്റ്? But we say Turkish sigara böreği, cigarette pastry. സിഗരറ്റ് പാസ്ട്രി. Yeah, cigarette ഇതാണ് pastry. സിഗരറ്റ് പാസ്ട്രി ആണ് കേട്ടോ, തുർക്കിഷ് സിഗരറ്റ് പാസ്ട്രി. ടേസ്റ്റ് So yeah, taste. സിഗരറ്റ് പാസ്ട്രി. Yeah. Cheese is there. Yeah. Sometimes cheese, sometimes meat. Like? Good, it's nice. Really? Afiyet olsun abi. Afiyet olsun abi. I think it's morning breakfast. Yeah, normal morning. Morning, yeah, I can yes. understand. രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം. അടിപൊളി. This is അടിപൊളി. അടിപൊളി means super. Sorry. അടിപൊളി means it's good one. Okay. അടിപൊളി. So അടിപൊളി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. അടുത്ത വീഡിയോയിലായിരിക്കും തുർക്കിയിലെ ബാക്കി കാഴ്ചകളും. തുർക്കി കഴിഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, ഞാനൊരു വമ്പൻ സെറ്റപ്പ് ഉണ്ട്, ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു സർപ്രൈസ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.